നമസ്കാരം, ഞാൻ സ്മിത ടൈറ്റസ്. ദീന ചേച്ചി പറഞ്ഞതുപോലെ പറയാനാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അത്രയൊന്നും ഞാൻ പറയുന്നില്ല. ദീന ചേച്ചി പഠിച്ച ലൈറ്റ് ടു ദി ബ്ലൈൻഡ് അവർക്കെല്ലാം അവിടെ തന്നെയാണ് ഞാൻ എൻ്റെ 7th സ്റ്റാൻഡേർഡ് വരയ്ക്കും എൻ്റെ എഡ്യൂക്കേഷൻ ഫിനിഷ് ചെയ്തത്. ഹൈസ്കൂളും കോളേജ് എഡ്യൂക്കേഷനും ഒക്കെ നിയർ ബൈ മൈ ഹോം ആയിരുന്നു. പാലക്കാട് ദീന ചേച്ചി പഠിച്ചതുപോലെ തന്നെ സ്പെഷ്യൽ ടീച്ചിങ് കോഴ്സ് പഠിച്ചു. അന്ന് ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ ചേച്ചി എൻ്റെ സീനിയറും, സ്പെഷ്യൽ ടീച്ചിങ് കോഴ്സ് പഠിക്കുമ്പോൾ ഞാൻ ചേച്ചിയുടെ സീനിയറുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോഴും ഞങ്ങളുടെ സൗഹൃദം അങ്ങനെ വളരെ നന്നായിട്ട് തന്നെ പോകുന്നു. എപ്പോഴെങ്കിലും സംസാരിക്കുന്നത് എന്തായാലും വളരെ നന്നായി പോകുന്നു. അതിനുശേഷം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വിഷ്വലി ഹാൻഡിക്യാപ്ഡ് അവിടെ പാർട്സ് ആൻഡ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചു 2005. അത് കഴിഞ്ഞിട്ട് 2006 to 2008 ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അത് തമിഴ്നാട്ടിൽ തന്നെ. എഡ്യൂക്കേഷൻ ബൈ ദ സിറ്റുവേഷൻ ബ്രേക്കായി പോയ കുട്ടികളെ, വിഷ്വലി ചന്ദ്രയുടെ കുട്ടികളെ കൊണ്ടുവന്ന് നമ്മൾ വേണ്ട കോച്ചിങ് എല്ലാം കൊടുത്ത് അവരെ ഇനിയുള്ള അത് 10th എഴുതാനായിട്ടൊക്കെ അവരെ പ്രാപ്തരാക്കുന്ന ഒരു ദൗത്യമായിരുന്നു എൻ്റെ ഇത്. അങ്ങനെ തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ് കുട്ടികൾക്ക് വേണ്ടി ഞാൻ തമിഴ് പഠിച്ചു, തമിഴ് ബ്രെയിൽ പഠിച്ചു, ബ്രെയിൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് പഠിച്ചു. തമിഴ്നാട്ടിലെ കുട്ടികളോട് മത്സരിച്ച് ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ 2009 ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ ഡെയിലി സ്കീമിൽ. 2014 തൊട്ട് ഇവിടെ പെർമനന്റ് സ്റ്റാഫായിട്ട് ഞാൻ വർക്ക് ചെയ്യണം. ഗവൺമെൻറ് സ്കൂൾ ഫോർ ദി വിഷ്വലി ഇംപയർഡ് വഴുതക്കാട്, തിരുവനന്തപുരം. അവിടെയാണ്. ബിൻചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ ആരും ഒന്നും ഒറ്റയ്ക്ക് നേടിയെടുക്കുന്നില്ല. ഒരുപാട് പേരുടെ പ്രയത്നങ്ങൾ, ഒരുപാട് പേരുടെ അധ്വാനം നമ്മുടെ പിന്നിലുണ്ട്. അതിൽ നമ്മുടെ പാരൻസ് ഉണ്ട്, നൈബേഴ്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് മോട്ടിവേഷൻ തന്നവരുണ്ട്. അതായത് ഇതിനെ കൊണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. when I was 4 years old ആ ടൈം തൊട്ട് ഞാൻ കേൾക്കുകയാണ് ഇത് അവിടെ കൊണ്ടിരുന്നത് എന്ത് പറ്റും എന്നുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞവർ പോലും അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ചിന്തിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു, എനിക്കെന്താ പറ്റിയാൽ, അതെന്താ ചെയ്താൽ, അതെന്താ അങ്ങനെ പറഞ്ഞത് ചിന്തിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ വളർത്തിയെടുത്തത്. അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത കുറച്ച് പേരും നെഗറ്റീവായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാക്സോഫോൺ അല്ല, മെലോഡിക്കാണ്. ഞാൻ എൻ്റെ ഒരു ചില സാഹചര്യങ്ങൾ കാരണം എനിക്കൊരു ഷെൽട്ടർ വേണമായിരുന്നു. അപ്പോൾ when I was 21 years old ഞാൻ പോത്താനിക്കാടുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ഇത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ്, നീ എന്തിനാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത്, നിനക്ക് വേറെ കോഴ്സ് എടുത്ത് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ അവിടെ കണ്ടത് അവിടുത്തെ പ്ലസ് ആയിരുന്നു. കാരണം ഒരുപാട് പേര് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വൈറ്റ് കെയിൻ ഉപയോഗിച്ച് എൻ്റെ അടുത്ത് മൂവ് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ ബിഗ് സീറോ ആണ്, അപ്പം ഇവിടുന്ന് എനിക്ക് വളരണമെന്ന് ചിന്തിച്ചു. പലരും ചോദിച്ചു, പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അവിടെ ഞാൻ ആ വാക്കുകളൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ സാധിച്ചു. അവിടെ നിന്ന് തന്നെ ക്യാൻഡിൽ മേക്കിംഗ്, ബുക്ക് ബൈൻഡിങ്, ഹാൻഡ് സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ പഠിച്ചു. അവിടെ നിന്നിട്ട് കീബോർഡ് പ്ലേയിങ് അവിടെ നിന്നാണ്. കീബോർഡ് ഉണ്ടായിരുന്ന അവിടുത്തെ കീബോർഡ് ഉപയോഗിച്ചാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ഫ്ലൂട്ടും റെക്കോർഡറും ഒക്കെ മെലോഡിക്കും എല്ലാം എൻ്റെ സെൽഫ് ലേണിംഗ് തന്നെയാണ്. അവിടെ നിന്ന് ചെറിയ ചെറിയ ലിറിക്സ് ഒക്കെ എഴുതി സോങ് കമ്പോസിഷനൊക്കെ തുടങ്ങി. എൻ്റെ രമ ടീച്ചറാണ് ഇപ്പോൾ ടീച്ചർ, എന്നിലൂടെ മാത്രം ജീവിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ടീച്ചറാണ് അതിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളും. അങ്ങനെ ഇരിക്കെ എന്തായാലും 2020 ശർമ്മേട്ടൻ എൻ്റെ കൂടെ വന്നു. അന്ന് തൊട്ടിന്നവരെ നല്ലൊരു മോട്ടിവേറ്ററായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാനൊരു പാട്ട് പാടിക്കൊടുത്താൽ അത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനും, പിന്നെ എവിടെ എന്നെ കൊണ്ടുപോകുമ്പോഴും എന്ത് കാണുമ്പോഴും അതെല്ലാം എന്നോട് പറഞ്ഞു തരാനും, എന്ത് കണ്ടാലും ചെറിയൊരു പുൽക്കൊടി കണ്ടാൽ പോലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ ഒരു കമൻട്രി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ശരിക്കും അത് എൻ്റെ 2 കണ്ണുകളായിട്ട് അദ്ദേഹം അന്ന് തൊട്ടിന്നവരെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഞാനിപ്പോൾ അവാർഡ് അത് എനിക്ക് ഒരു മൊമെന്റ് തരാൻ നേരത്ത് ഞാൻ ഏട്ടനെവിടെ ചോദിച്ചു എന്തുകൊണ്ടാന്ന് വെച്ചാൽ, എന്നെക്കാൾ എന്തുകൊണ്ടും എനിക്ക് കിട്ടുന്ന ഓരോ അംഗീകാരവും ഇപ്പോൾ എൻ്റെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഏട്ടൻ തന്നെയാണ്. എന്തുകൊണ്ടും അദ്ദേഹം തന്നെയാണ് ഇതിനൊക്കെ യോഗ്യൻ. എനിക്ക് കിട്ടുന്ന എന്തും എന്നെക്കാൾ മുന്നേ കൈനീട്ടി വാങ്ങിക്കാൻ യോഗ്യൻ ശ്യാമേട്ടൻ തന്നെയാണ്. അത് പറയാൻ എനിക്കത് നിവർത്തിയില്ല. ഞങ്ങൾ മാരേജ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു 2 മാസം കഴിക്കില്ലെന്ന്. പക്ഷേ ഞങ്ങൾ വിജയകരമായി ഇന്നലെ 46 months ഇന്നലെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഈ 2 മാസം കഴിക്കില്ലെന്ന് പറഞ്ഞതിന് വേണ്ടി എല്ലാ മാസവും 5-ാം തീയതി ഞാൻ വാട്സാപ്പിൽ സ്റ്റേറ്റസ് ഇടും, ശ്യാമേട്ടനും സ്മിതക്കുട്ടിയും ഇത്ര മാസങ്ങൾ പിന്നിട്ട് ഇത്ര മാസത്തിലേക്ക് കിടക്കുന്നു എന്ന്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ
എൻ്റെ അടുത്ത് ബൈജു സാർ തന്നെയാണ് എന്നെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബൈജു സാർ എന്നോട് ചോദിച്ചു റെക്കഗ്നീഷൻ അവാർഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എപ്പോഴും പറയുന്നത് നമ്മൾ തന്നെയാണ് എപ്പോഴും നമ്മുടെ റെക്കഗ്നീഷൻ അവാർഡ്, നമ്മൾ തന്നെയാണ് നമ്മുടെ പോസിറ്റിവിറ്റി, നമ്മൾ തന്നെയാണ് നമ്മുടെ മോട്ടിവേറ്റർ. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേഗം മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, എനിക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും പലരും പറയുന്നത് എന്നെ നോക്കൂ, എന്നെ കണ്ട് ചിരിക്കാൻ പഠിക്കൂ എന്നാണ് എപ്പോഴും പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് പോസിറ്റീവായാൽ മാത്രമേ നമുക്ക് സങ്കടങ്ങളില്ലാതെ ഇല്ല, എല്ലാവർക്കും സങ്കടങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ലോകത്തില്ല. പക്ഷെ ആ സങ്കടങ്ങൾ നമ്മൾ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ മാക്സിമം പോസിറ്റീവ് ആകാനും മറ്റുള്ളവർ പോസിറ്റീവ് ആക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് എന്താണ് ലൈഫ് എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, കളർഫുൾ ആയിരിക്കണം. അതിന് നമ്മൾ തന്നെ വിചാരിക്കണം എന്ന് എനിക്ക് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് ഒരു ജസ്റ്റ് 5 ലൈൻസ് ഞാൻ ഇവിടെ നിന്ന് ചൊല്ലുകയാണ്. അതിൻ്റെ പേര് ഭവിക്കട്ടെ ഞാൻ എന്നാണ്. 2023 ലോക കാഴ്ച ദിനത്തിന് 2022 ലോക കാഴ്ച ദിനത്തിന് ഞാൻ രാത്രി 2 മുതൽ 2:30 വരെ ഇരുന്ന് മെനക്കെട്ട് എഴുതിയൊരു ലിറിക്കാണിത്. രാത്രി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടും ലിറിക്സ് എഴുതുന്നുണ്ടെന്ന് ശ്യാമേട്ടനൊരു പരാതിയോ പരിഭവം ഇല്ല. ഉറക്കം ഡിസ്റ്റർബൻസ് ആണെന്നൊന്നും എന്നോട് പറയാറില്ല. എന്ത് ലിറിക്സ് എപ്പോൾ വന്നാലും അത് രാത്രിയോ പകലും നോക്കിയാൽ അപ്പം തന്നെ കമ്പോസ് ചെയ്യണം. അടുത്ത ദിവസം ഞാൻ മറന്നു പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ 5 ലൈൻസ് ഇവിടെ ഭവിക്കട്ടെ ഞാൻ എന്ന് പറയുന്ന 5 ലൈൻസ് ഇവിടെ ഞാൻ ചൊല്ലാണ്. മനതാരിൽ കതിരിട്ട കനവിന്നകമ്പടിയനഴകിലെന്നുൾ കൺ തുറക്കട്ടെ ഞാൻ അറിയ പൊൻകിരണങ്ങളിൽ കണ്ണിലണയവേ നവയുഗ വെളിച്ചമായി നിറയട്ടെ ഞാൻ ഉരുകിത്തിളയ്ക്കുന്ന ലോഹത്തിനൊത്തൊരീ ഉലകിന്നു ശീതളിമയാകട്ടെ ഞാൻ ഇരുളിൻ്റെ മറനീക്കി അഴലിനെയകറ്റുവാനൊരു ദീപശിഖയായി ഭവിക്കട്ടെ ഞാൻ അതിൽ നിന്നും ഒഴുകുന്ന ശോഭന പ്രഭയിലെ ഉലകിനുൾ കാഴ്ചയായി മാറട്ടെ ഞാൻ ഉലകിനുൾ കാഴ്ചയായി മാറട്ടെ ഞാൻ ഉലകിനുൾ കാഴ്ചയായി മാറട്ടെ ഞാൻ. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി സ്നേഹം സന്തോഷം അറിയിക്കണം. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പാഠപുസ്തകങ്ങൾ കേട്ട് പഠിക്കാനായി എനിക്ക് ഒരു ടേപ്പ് റെക്കോർഡർ സംഭാവന ചെയ്തത് റോട്ടറി ക്ലബ്ബാണ്. അത് ഞാനിവിടെ പറയണത്. അപ്പോൾ റോട്ടറി ക്ലബ്ബ് ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ വിഷ്വലൈസേഷന് വേണ്ടി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും എറണാകുളത്ത് കാർ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തവണ വിമൻ കാറ്റഗറിയിൽ എനിക്ക് 3rd പ്രൈസ് കിട്ടിയിരുന്നു. കാർ റാലിയുടെ 2022 കപ്പിൾ കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു. സൗത്ത് കേരള ചാമ്പ്യൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയായിരുന്നു. അപ്പൊ ഈ ഭവിക്കട്ടെ ഞാൻ ഈ ഒരു പോയം എഴുതുന്ന സമയത്ത് എന്ത് പേര് കൊടുക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഭവിക്കട്ടെ ഞാൻ എന്ന് പേര് വന്നത്. അപ്പൊ അതിൽ നിന്ന് ഒഴുകുന്ന ശോഭന പ്രഭയിൽ എന്ന് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഏട്ടന്റെ നാട് തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂരത്തെ അമ്മയുടെ പേര് ശോഭന എന്നായതുകൊണ്ടാണ് ഞാൻ ഒരു ലിറിക്കില് ആ ഒരു വാക്ക് ശോഭന പ്രഭ എന്നൊരു വേർഡ് ചേർത്ത്. അതുകൊണ്ട് തന്നെയാണ്. കാരണം ആ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ശ്യാമേട്ടനെ. ഏട്ടനേക്കാൾ കൂടുതൽ ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത ഈ ലോകത്തുള്ള ഓരോ പുൽക്കുടിക്കും ഈ നിമിഷം വരെ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്, സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു.